ഹലോ ഗായ്സ്, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. ഇന്നൊരു സൺഡേ ആണ്. ഞാൻ രാവിലെ തന്നെ കുളിച്ചു, കാരണം ഇവിടെ സൺഡേ വാട്ടർ പമ്പിങ് ഇല്ലാത്തതുകൊണ്ട് ഏത് നിമിഷവും വെള്ളം തീരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഡേസ് രാവിലെ കുളിക്കും. അപ്പോൾ അതേ കുളി കഴിഞ്ഞപ്പോഴേക്കും തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്തു കൈകൊണ്ട് തന്നെ. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് വിരിക്കാം കേട്ടോ. ഈ സ്റ്റാൻഡ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോ കാണിച്ചിരുന്നു. ഞാൻ തുണിയൊക്കെ വിരിക്കാനായിട്ട് വളരെ നല്ല യൂസ്ഫുൾ ആട്ടോ ഇത്. ജസ്റ്റ് ബിലോ 900 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. ഒത്തിരി തുണികൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ വിരിക്കാം കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ താഴെ ടാഗ്ഡ് പ്രൊഡക്ട്സിലുണ്ടാവും. അപ്പോൾ വേണമെന്നുള്ളവർ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കും, നല്ല സാധനമാണ്. അപ്പോൾ അതാ ഞാൻ തുണികളെല്ലാം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ അതിനുള്ളൊരു എന്താ പറയുക സ്പോട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുണികളെല്ലാം അന്നന്ന് ഇടുന്നത് അന്നന്ന് ഞാൻ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. വലിയ തുണികൾ, അതായത് ബെഡ്ഷീറ്റ്, ടർക്കി, ജീൻസ് അങ്ങനത്തെയൊക്കെ നമ്മൾ ലോണ്ട്രിക്ക് കൊടുക്കുന്നുണ്ട്. ഈ ടർക്കി ഉണ്ടോ, നല്ല ഗ്രേ ടർക്കി ആയിരുന്നു. ഞാൻ ഒന്ന് ഹെയർ കളർ ചെയ്തിട്ട് മുടി കഴുകിയതിൻ്റെ കളറാണ് ഇപ്പോൾ ആ ടർക്കിയിൽ കാണുന്നത്. അങ്ങനെ അതാ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഞാൻ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുകയാണ്. കുളി കഴിഞ്ഞാൽ ചന്ദനത്തിരി കത്തിക്കൽ ഇസ് എ മസ്റ്റ് ഫോർ മീ. എനിക്ക് പണ്ട് തൊട്ടേ ചന്ദനത്തിരിയൊക്കെ കത്തിക്കാൻ ഇഷ്ടം. ഡാഡിക്കും അതുപോലെ തന്നെ ഉമ്മച്ചിയുടെ ഡാഡിയും ഉമ്മച്ചിയൊക്കെ ചന്ദനത്തിരിയൊക്കെ കത്തിക്കണം കണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാനെപ്പോഴും അത്യാവശ്യം ചന്ദനത്തിരിയൊക്കെ കത്തിക്കും. അങ്ങനെ ഇതാ തിരി കത്തിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ധൂപ്പ് സ്റ്റിക്കാട്ടോ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ധൂപ്പ് സ്റ്റിക്കിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഒരുമാതിരി മെനകെട്ട സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഈ സൈക്കിളിൻ്റെ മേടിച്ചത് അത്യാവശ്യം നല്ലൊരു ഫ്രേഗ്രൻസാണ്, മറ്റേതിൻ്റെ പോലെ ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കത്തിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പണ്ട് തൊട്ടേ ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആകെ 30 രൂപയും കണ്ടുള്ളൂ. കുറച്ചധികം സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, പല ഫ്രേഗ്രൻസസിൻ്റെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ ചന്ദനത്തിരി കത്തിക്കുകയാണ്. എനിക്കിങ്ങനെ ലൈറ്റേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ അടുത്ത് വാങ്ങിയത് ഒരു മഞ്ഞ ലൈറ്റർ. സെയിം മഞ്ഞ ലൈറ്റർ ഇതിന് മുന്നേ ഉണ്ടായി, ബട്ട് അത് കാണാണ്ടായി. അപ്പം ഞാൻ വീണ്ടും മഞ്ഞ ലൈറ്റർ വാങ്ങി. അപ്പോൾ അതിങ്ങനെ ചന്ദനത്തിരി വെക്കണ സ്റ്റാൻഡിൽ ഞാൻ സാധനം കുത്തി വയ്ക്കുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇക്കു വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ രാവിലെ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ അതാണ് ഇക്കുവിനെ ഈ ഒരു പോർഷനിലൊന്നും കാണാത്തത്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇക്കു വരും. അത് കഴിഞ്ഞ് നമുക്കിന്ന് പുറത്ത് പോകാനായിട്ടൊക്കെ പ്ലാൻ ഉണ്ട്, ബട്ട് വൈകുന്നേരം വരെ നമ്മൾ പുറത്തിറങ്ങണില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ചന്ദനത്തിരിയൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ മേടിക്കണം വിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റൂമിലേക്ക് വന്നു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഞാൻ എണീറ്റ് ഉടനെ വിരിക്കൂല, കുറച്ച് നേരം അത് അവിടെ തന്നെ ഇടും. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കാണെന്ന് വിരിക്കുള്ളൂ. കാരണം നമ്മൾ ഉറങ്ങി എണീറ്റപ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടായിരുന്ന ആ വേർപ്പൊക്കെ ബെഡ്ഷീറ്റിലൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതേപടി ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാതിരിക്കാനേ. അങ്ങനെ ബെഡിൽ കിടന്ന സാധനങ്ങളൊക്കെ ഞാനെടുത്ത് ഒതുക്കി വെക്കുകയായിരുന്നു. ഈ ബോഡി ലോഷൻ തീർന്നിട്ട് അപ്പം ഞാനതിങ്ങനെ തുറന്ന് വെച്ചിട്ട് തോണ്ടി എടുക്കുമായിരുന്നു. കാരണം അറ്റത്തൊക്കെ കുറച്ച് ഉണ്ട്, അതൊന്നും മഞ്ഞില്ല, എനിക്ക് കളയാൻ അങ്ങോട്ട് മനസ്സാനുണ്ടായില്ല. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിക്കുകയാണ്. ഈ ബെഡ്ഷീറ്റ് ഫിറ്റഡ് ബെഡ്ഷീറ്റും അല്ല, ഈ ബെഡിന് പറ്റിയതുമല്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പാടാണ് അതൊന്ന് എടുത്ത് ഉള്ളിലേക്കൊക്കെ കയറ്റിയൊക്കെ വെക്കാൻ. നമ്മളൊന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നൊക്കെ പോരും കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ മടക്കണതൊക്കെ ഞാൻ തലയിൽ കെട്ടണ സാധനം കേട്ടോ. ഇക്കുൻ്റെ ഒരു പഴയ ടീഷർട്ടാണ്. രാത്രി മുടി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലയിൽ ഇതാട്ടോ കെട്ടി വെക്കണത്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ചു. ബ്ലാങ്കറ്റൊക്കെ ഒത്തിരി അധികം വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ഒരു ബ്ലാങ്കറ്റാട്ടോ ഇത്. എൻ്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന് കല്യാണം കഴിഞ്ഞ് ഇതുപോലെ ബാംഗ്ലൂർക്ക് പോകുന്നപ്പോഴേക്കും ഞാൻ അതിങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ടാണ്. അപ്പോൾ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റൂം സ്പ്രേ ഒക്കെ അടിച്ചിട്ട്, എനിക്കിങ്ങനെ നല്ല ഫ്രേഗ്രൻസ് എപ്പോഴും എൻ്റെ ചുറ്റും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതുപോലെ സ്പ്രേ ഒക്കെ അടിച്ചിട്ടു. അങ്ങനെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ പോകുമായിരുന്നു. കുളി കഴിഞ്ഞ് മുടി അത്യാവശ്യം നനഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒന്നരാട ഞാൻ കുളിക്കണം, തല നനയ്ക്കണത്. കുളിക്കണം എല്ലാ ദിവസം കുളിക്കും, തല നനയ്ക്കില്ല എന്നേ ഉള്ളൂ. ഒന്നരാട എന്നിട്ട് ഇതുപോലെ ഹെയർ ഞാൻ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തിടും കേട്ടോ. ആദ്യം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കും, എന്നിട്ടാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് സ്റ്റൈലിംഗ് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചടയെല്ലാം കളഞ്ഞ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിടും. എൻ്റെ മുടി അല്ലെങ്കിലേ സ്ട്രെയിറ്റ് ആണ്. പിന്നെ ഞാനത് കെയർ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര ഫ്രിസി ആയിട്ടും പിന്നെ അതുപോലെ ചുരുണ്ടൊക്കെ ഇടയ്ക്ക് കിടക്കും. ഭയങ്കര ചുരുളല്ല കേട്ടോ, ഒന്ന് വേവി ആയിട്ടൊക്കെ കിടക്കും. അപ്പോൾ എനിക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാനാണ് ഇഷ്ടം, പക്ഷെ പരന്നു പോകരുത്, ഒന്ന് ബൗൺസിയൊക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഹെയറൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തു. എനിക്ക് പിന്നെ ഭയങ്കര ഹെയർ ഫോളാണ്. അതിപ്പോൾ
ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല, വർഷങ്ങളായിട്ട് നല്ല ഹെയർ ഫോളാണ്. ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ടൊക്കെ എനിക്ക് നല്ലോണം മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ പണ്ടേ തൊട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഒരിടയ്ക്ക് ഉമ്മ നല്ല എണ്ണയൊക്കെ കാച്ചി തന്ന് അതൊക്കെ തേച്ചപ്പോഴേക്കുമാണ് മുടി ഇപ്പോൾ കാണുന്ന ഒരു പരുവത്തിലെങ്കിലും ഉള്ളത്. ഈ +1 +2 ടൈമിലൊക്കെ തീരെ മുടിക്ക് തിക്നെസ് ഉണ്ടായില്ല. ആ എണ്ണ തേച്ചിട്ടാണ് ഒന്ന് റെഡി ആയത്. പിന്നെ ഞാൻ എണ്ണ തേക്കൽ നിർത്തി, കാരണം എനിക്ക് ഇങ്ങനെ കാച്ചിയ എണ്ണയുടെ മണമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ എണ്ണ തേക്കൽ നിർത്തിയതായിരുന്നു. പിന്നെ എൻ്റെ മുടി ഇതുപോലെ ബ്ലീച്ചൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ക്ലാവ് പിടിച്ചുള്ള പച്ച കളർ പിടിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ എണ്ണ തേക്കൽ നിർത്തിയത്. അപ്പോൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായി, അത് വന്നു കേട്ടോ. ഞാൻ ഈ കാണുന്ന മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തത്. എനിക്ക് ബാംഗ്ലൂരിലുള്ള സാമ്പാർ ഇഷ്ടമല്ല കേട്ടോ, ഭയങ്കര മധുരമായിരിക്കും അതിന്. അങ്ങനെ അതൊക്കെ ഞാൻ കഴിച്ച് അപ്പോഴേക്കും എൻ്റെ ഇക്ക് വരാൻ നേരമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇക്കുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിട്ടോ. അങ്ങനെ ഇക്ക് വന്നു. ഇക്ക് വന്നപ്പോൾ കുറേ സ്നാക്സൊക്കെ കൊണ്ടാട്ടോ വന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നോക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത്. എനിക്ക് വന്ന പാടെ അവിടെ അങ്ങ് കിടന്നേ. അപ്പം ഞാൻ അതിലേക്ക് കൊണ്ടുവന്ന സ്നാക്സൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കൊണ്ടുവന്നത് ആദ്യം തന്നെ വെട്ട് കേക്കാണ്. പണ്ട് വെട്ട് കേക്ക് ഞാൻ കഴിക്കുമായിരുന്നു, ഇപ്പം എനിക്ക് വെട്ട് കേക്ക് തീരെ ഇഷ്ടമല്ല. വല്ലപ്പോഴും ഒരു സാധനം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചായയിൽ മുക്കി തിന്നാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. പിന്നെ എനിക്ക് കൊണ്ടുവന്നത് മസ്ക ബണ്ണായിരുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഷുഗർ കട്ടല്ലേ, എന്തിനാണ് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നതെന്ന്. ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഷുഗർ കട്ടല്ല, ജസ്റ്റ് ഒരു ദിവസം ഒരു ചായയിൽ ഒരു ½ ടീസ്പൂൺ മധുരം ഇട്ട് കുടിക്കും, അങ്ങനെ ഒക്കെ ഉള്ളൊരു ഷുഗർ കട്ടായിരുന്നു. പക്ഷേ ഈ മസ്കാബൺ നല്ല മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കിയായിരുന്നു മസ്കാബൺ, അതിന് ഭയങ്കര മധുരമായി പോയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ അടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അട ചക്കയുടെ ആയിരുന്നു, മറ്റേ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള അടയായിരുന്നെങ്കിൽ ഞാൻ കഴിച്ചേനെ. ചക്കയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു സാധനവും എനിക്കിഷ്ടമല്ല. ഞാൻ ഒരു ചക്ക വിരോധിയാണ്. എന്നെപ്പോലെ ചക്ക ഇഷ്ടമില്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. Keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇക്കു കിടന്ന് ഉറങ്ങി. എണീറ്റ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടോ. ഞാൻ ചായ കുടിക്കാമെന്നും പറഞ്ഞിട്ടാട്ടോ നമ്മൾ ഇറങ്ങണത്. ചായ കുടിക്കാമെന്നും പറഞ്ഞപ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ, അപ്പോഴൊന്നും നമ്മൾ ചായ കുടിച്ചിട്ടില്ല, ചായ കുടിച്ച ചരിത്രമില്ല. അങ്ങനെ അതെ ഞാൻ റെഡിയായി, ഇക്കും റെഡിയായി ഇറങ്ങി. എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ പലയിടത്തും നൈറ്റിയൊക്കെ ആയിട്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഇടുമ്പോൾ ഒരു ഭംഗിയാണ്, എനിക്കെന്തോ ഇഷ്ടമാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യേ. പിന്നെ അപ്പോൾ നമ്മൾ റെഡിയായി ഒരു ഫിറ്റ് ചെക്കൊക്കെ നോക്കി. ഇപ്പോൾ ഈ നിൽക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കും, അതിന് വേണ്ടിയിട്ടാണത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇപ്പോൾ നമ്മൾ മടിവാളയ്ക്കാണ് പോകുന്നത്. മടിവാള തന്നെയാണ് നമ്മൾ, എന്നാലും മടിവാളയുടെ തിരക്കുള്ള ഏരിയയിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇക്കുവിന് പാൽ സർവത്ത് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് മടിവാളയിലുള്ള ഈ സർബത്ത് ക്ലബ്ബിലാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഇക്കു പാൽ സർവത്താണ് പറഞ്ഞത്, ഞാൻ നമ്മുടെ സാധാ നന്നാറി സോഡാ സർവത്താട്ടോ പറഞ്ഞത്. പണ്ട് പാൽ സർവത്ത് കുടിക്കുമായിരുന്നു. +1 +2 പഠിക്കുന്ന ടൈമിൽ നമ്മുടെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ പാൽ സർവത്തോടെ ഉണ്ടായി, അവിടെ നിന്ന് കുടിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ കുടിക്കാറില്ല. അങ്ങനെ ഇക്കുവിൻ്റെ പാൽ സർവത്തും ഞാൻ എൻ്റെ സാധാ സോഡാ സർവത്തും കുടിച്ചു. ഈ സർവത്ത് ഓക്കെ ആയിരുന്നു കേട്ടോ, പക്ഷെ നമ്മുടെ നാട്ടിലെ നന്നാറി സർവത്തിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല ഇതിന്, വേറെ എന്തോ ഇച്ചിരി കട്ടി കൂടിയൊരു ടേസ്റ്റായിരുന്നു. എനിക്ക് അതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പാൽ സർവത്ത് കുടിച്ചിട്ട് ഇക്കുവിന് പണി കിട്ടുകയും ചെയ്തായിരുന്നു. എനിക്ക് പച്ചപ്പാലും പിന്നെ മിക്കപ്പോഴും പാൽ കുടിക്കുമ്പോൾ എനിക്ക് വയറിന് പറ്റാറില്ല, അതുകൊണ്ടാണ് ഞാൻ അത് കുടിക്കാതിരുന്നത്. പിന്നെ സോഡാ സർവത്ത് കുടിക്കുമ്പോൾ ഭയങ്കര റിഫ്രഷിങ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്പോർട്സ് 7 വഴി ജസ്റ്റ് ഒന്ന് പോയി. എപ്പോൾ ചെന്നാലും തിരക്കായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറാറില്ല. പുറത്തുനിന്ന് തന്നെ ജലാലും ഹാഷറും യാസീനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് HSRലേക്കാണ്. ഒരു കഫേ തപ്പിയുള്ള പോക്കാട്ടോ ഈ കാണുന്നത്. പക്ഷെ നമ്മൾ 3G ആവുന്നുണ്ട് ലാസ്റ്റ്, കാരണം ഞാനിട്ട ലൊക്കേഷൻ മാറിപ്പോയി. ജസ്റ്റ് ഒന്ന് കഫേ മാറിപ്പോയി. നമ്മൾ ഒരു 5-6 കിലോമീറ്റർ ഓടിച്ച് ചെന്നിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കഫേയും അതല്ല, നമ്മൾ ഉദ്ദേശിച്ച കഫേയിലേക്ക് അവിടെ നിന്ന് ഇനിയും 11 കിലോമീറ്റർ ഉണ്ട്.
അപ്പോൾ നമ്മൾ അവിടുന്ന് പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ അടുത്ത് തന്നെ കായലും കടലും റെസ്റ്റോറൻറ്റ് ഉണ്ടായി. നമ്മൾ അവിടെ കയറി. അങ്ങനെ നമ്മൾ അവിടെ കയറിയിരുന്ന് ഓരോ വർത്താനമൊക്കെ പറയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇക്കുവിനൊരു ബാത്റൂം എമർജൻസി വന്നായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഓടിപ്പെടന്ന് ഇവിടെ തന്നെ കയറിയത്. അങ്ങനെ നമ്മളവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന് കുറച്ച് നേരം. അപ്പോഴേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്നറിയോ? ഞാൻ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഞാൻ ബീഫ് ബിരിയാണിയും ഇക്കു ചിക്കൻ ബിരിയാണി ഹാഫും ആയിരുന്നു ഓർഡർ ചെയ്തത്. കഴിച്ച് തുടങ്ങിയപ്പോൾ തോന്നി ബീഫ് ബിരിയാണിയും ഹാഫ് മതിയായിരുന്നു. പക്ഷേ അവിടെ ഹാഫ് പോർഷൻ ബീഫ് ബിരിയാണി ആയിട്ട് ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാട്ടോ. കാരണം നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു നല്ലൊരു ഒത്തൻറ്റിക് ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇവിടുത്തെ ബിരിയാണി കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബീട്രൂട്ട് പിക്കിളും പിന്നെ സാലഡൊക്കെ ഉണ്ടാവും. അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാം കൂടെ ആ ഒരു കോംബോ ആയിട്ട് വരുമ്പോഴേക്കും. പിന്നെ ഒരു തനതായ ടേസ്റ്റ്, ഞാൻ പറഞ്ഞ ഒത്തൻറ്റിക് ആയിട്ടുള്ള ബിരിയാണിയുടെ ഒക്കെ ടേസ്റ്റ് തന്നെ ആട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ എൻ്റെ ബീഫ് ബിരിയാണി ഇട്ടു. ഇക്കുവിൻ്റെ ചിക്കൻ ബിരിയാണി ഹാഫ് ഇട്ടു. ഇക്കു പൊതുവേ ചിക്കൻ ലെഗ് കഴിച്ച് ഞാനങ്ങനെ കാണാറില്ല. പക്ഷേ ഈ ബിരിയാണിയിൽ ചിക്കൻ ലെഗായിരുന്നു. എന്നിട്ടും ഇക്കു അത് കഴിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തത് എനിക്ക് തന്നിട്ട് എൻ്റെ ബീഫ് ഇക്കു എടുക്കുമെന്നാണ് ഞാൻ കരുതിയത്. ബട്ട് അങ്ങനെ സംഭവിച്ചില്ല. പക്ഷെ എന്നാലും ഇക്കു എൻ്റെ ബീഫ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന കണ്ണൂർ കോക്ടെയിലും കൂടെ പറഞ്ഞിട്ടുണ്ടായി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം മധുരം കുറവായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇതാണ് HSRൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോണ വഴി മൂൺ കണ്ടപ്പോഴേക്ക് പറഞ്ഞു അതിൻ്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മൂണിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ആ കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തു കേട്ടോ. കാരണം ഈ പുറത്തൊക്കെ നടന്നിട്ട് നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. മുഖത്ത് കുരുവൊക്കെ കൂടിയപ്പോൾ ഞാൻ ഒരു സോപ്പ് ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്ന്. അതാണ് ഈ കാണുന്ന സോപ്പ്. കുരു നല്ല കുറവുണ്ട്. കുരുവിൻ്റെ പാടുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ലെഫ്റ്റായിട്ടുള്ളത്. പിന്നെ അത് മാറ്റാനായിട്ട് എന്തെങ്കിലും ശ്രമിക്കണം. അപ്പോൾ ഈ സോപ്പ് ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കമൻറ്റിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഫേസൊക്കെ നല്ലോണം ഞാൻ വാഷ് ചെയ്തു ആ സോപ്പ് വെച്ച്. ഫേസ് വാഷ് ചെയ്ത ഉടനെ തന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം ഈ സോപ്പ് വെച്ച് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഫേസ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ മോയ്സ്ചറൈസർ തേക്കും. അപ്പോൾ ഫേസ് ഓക്കെ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം കുരുക്കൾ കുറഞ്ഞിട്ടുണ്ട്, നല്ലോണം കുറഞ്ഞു. ഇപ്പോൾ പുതിയ കുരുക്കളൊന്നും വരുന്നില്ല. ജസ്റ്റ് ആ കുരുവിൻ്റെ പാടുകൾ വന്നു പോയതിൻ്റെ പാടുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് പോവാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത് ട്രൈ ഔട്ട് ചെയ്യാമല്ലോ. അപ്പോൾ വന്നിട്ട് സന്ധ്യ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കാം എന്ന് ഓർത്തു. രാവിലെ കാണിച്ച ആ സെയിം ചന്ദനത്തിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കത്തിച്ച് വെച്ചു ഞാൻ. നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇക്കോടെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് അരിയൊക്കെ മേടിക്കാനുണ്ടായി. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയതാട്ടോ. അപ്പോൾ ആ നേരം കൊണ്ടാണ് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ചെയ്തത്. അങ്ങനെ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ എസ്തെറ്റിക് കോർണറിലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കാം ഇക്കു വരുന്നത് വരെയും എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കാൻ പോവായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കുതേ നടന്നു എന്നെ കണ്ടപ്പോഴേക്കും ഞാൻ വീഡിയോ എടുത്തതാട്ടോ ഈ കാണുന്നത്. ഇക്കു എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അതേക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ ചെരുപ്പ് പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എനിക്ക് ഈ ചെരുപ്പ് ഭയങ്കര ഇഷ്ടമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഞാനത് ഒട്ടിക്കാം എന്ന് തീരുമാനിച്ച് അങ്ങനെ ഒട്ടിക്കാനൊക്കെ ഇരുന്ന് ഒട്ടിച്ചെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇക്കുവും വന്നു കേട്ടോ. ആ നേരമായപ്പോഴത്തേക്കും അങ്ങനെ ബാക്കി ഇക്കുവായിട്ട് ഒട്ടിച്ചത്. അങ്ങനെ നമ്മൾ കിടക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉണ്ടായുള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.